രാഹുൽ മാങ്കൂട്ടത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഓണാശംസകളൊക്കെ നേർന്നുള്ളൊരു പോസ്റ്റാണ്. അത് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 15 മണിക്കൂർ കൊണ്ട് 57K ലൈക്ക് കിട്ടി എന്ന് അഭിമാനത്തോടെ പല ഓൺലൈൻ മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ ബാക്കിംഗ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. പേയ്മെന്റ് ചെയ്തിട്ട് ആളുകളെ നിർത്തിയിട്ട് ചെയ്യുന്നതുകൊണ്ട് 1000 രൂപയ്ക്ക് 10,000 ലൈക്ക്, 10,000 വ്യൂസ്. ഈ സംഭവം ഈ സാധാരണ മനുഷ്യർക്ക് അറിയത്തില്ല. പിണറായിക്ക് ഇത്രയും ലൈക്ക്, രാഹുലിന് അത്രയും ലൈക്ക്, അപ്പൊ രാഹുലാണ് സ്വീകാര്യൻ എന്നുള്ളത് തേർഡ് പാർട്ടി ഏജൻസികൾക്ക് ദയിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഇത് റൺ ചെയ്യിക്കാൻ ഇവർ ഡയറക്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ഇത്തരം കളികൾ പുതിയ ജനറേഷനും അറിയത്തില്ല. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ഇതിനകത്ത് വിദഗ്ധന്മാരാണ്. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. ഓണം ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നല്ലേ? ഓണം ഊണ് ഇന്നലെ സിബിയുടെ വീട്ടിൽ നിന്നുണ്ട്. അല്ല, ഇന്നും ഓണമാണല്ലോ. ഇന്നും സിബി വിളിച്ചാൽ ഉണ്ണാൻ വരാം. അപ്പോൾ രാജൻ ഭായ്, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഓണാശംസകളൊക്കെ നേർന്നുള്ളൊരു പോസ്റ്റാണ്. അത് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 15 മണിക്കൂർ കൊണ്ട് 57K ലൈക്ക് കിട്ടി എന്ന് അഭിമാനത്തോടെ പല ഓൺലൈൻ മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ PR ടീമൊക്കെ ഭയങ്കര ശക്തമായിട്ട് കിടന്ന് വാദിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ഇത്രയും ലൈക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ്ലി പിന്നെ ഇപ്പം TRP റേറ്റിങ്ങിലുള്ള കളികൾ നമുക്കറിയാം. ചാനലുകളിലെ TRP റേറ്റിങ്ങിനകത്ത് എങ്ങനെ അത് വരുന്നത്, സെറ്റ് ബോക്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇന്ന ചാനൽ വരുന്നതിന് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനം ഉണ്ടെന്നൊക്കെ ഉള്ളതുപോലെ തന്നെ ഓൺലൈൻ മീഡിയക്കകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രയും സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സാമൂഹിക സേവനം നമ്മൾ ഇതിലൂടെ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ നടത്തുമ്പോൾ തന്നെയും റവന്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇത് ഓടിക്കാൻ പറ്റത്തുള്ളൂ, റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനം ഒരിക്കലും നഷ്ടം വരുന്നൊരു പരിപാടിയിലേക്ക് ആവശ്യമില്ലാത്തതിന് പോകത്തില്ല. അതേസമയം ഇത് ബൂസ്റ്റിംഗ് നടത്താനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിംഗ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. പേയ്മെൻറ്റ് ചെയ്തിട്ട് ആളുകളെ നിർത്തിയിട്ട് ചെയ്യുന്നതുകൊണ്ട് AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത്ര ലൈക്കിന് അല്ലെങ്കിൽ ഇത്ര ഷെയറിന് ഇത്ര രൂപ പിന്നെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ ഫേസ്ബുക്കിലും പിന്നെ ഇതിൽ വരുന്നുണ്ട്. 1000 രൂപയ്ക്ക് 10,000 ലൈക്ക്, 10,000 വ്യൂസ്, 500 രൂപയ്ക്ക് 2000 വ്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ. അത് സ്വന്തമായി സ്റ്റാഫിനെ വെച്ച് പിന്നെ ചെയ്യുന്ന ടീമുണ്ട്. സ്വന്തമായി സ്റ്റാഫിനെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഫോൺ നമ്പർ വെരിഫിക്കേഷൻ കൊടുക്കണമെന്നില്ല. ഇനി ഫോൺ നമ്പർ വെരിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ സ്റ്റാഫിനെ എടുക്കുമ്പോൾ തന്നെ റിക്രൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവർ പറയും നിങ്ങളൊരു 50 പേരുടെ അല്ലെങ്കിൽ 100 പേരുടെ ഫോൺ നമ്പറിനകത്ത് ഒരു 100 ഇമെയിൽ ID ഉണ്ടാക്കുക, അല്ലെങ്കിൽ 100 പേരുടെ പിന്നെ ഇമെയിൽ ID പാസ്വേഡുമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫോൺ വെരിഫിക്കേഷൻ കമ്പൽസറി ആവുന്ന സമയത്ത് 100 പേരുടെ അവർക്ക് വേണ്ടപ്പെട്ട കസിൻസ്, സുഹൃത്തുക്കൾ അവരോട് പറഞ്ഞിട്ട് അവരുടെ പെർമിഷനോട് കൂടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ID ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കൂടി വരുമ്പോൾ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കപ്പാസിറ്റി ഉള്ള ആൾക്കാർ, പിന്നെ ഇപ്പോൾ LIC ഏജൻസി പിടിക്കുന്നൊക്കെ അങ്ങനെയല്ലേ, അതേപോലെ തന്നെ അതിന് പറ്റുന്ന ആൾക്കാരെ അവർ റിക്രൂട്ട് ചെയ്യും. അവരാദ്യം കുറച്ച് ദിവസം നിൽക്കും, അവരെ കൊണ്ട് അത് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാറ്റി പുതിയ ടീമിനെ എടുക്കും. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ഇതിനകത്ത് വിദഗ്ധന്മാരാണ്. ഈ സംഭവം ഈ സാധാരണ മനുഷ്യർക്ക് അറിയത്തില്ല. അവർ നോക്കുമ്പോൾ പിണറായിക്ക് ഇത്രയും ലൈക്ക്, രാഹുലിന് അത്രയും ലൈക്ക്, അപ്പോൾ രാഹുലാണ് സ്വീകാര്യൻ എന്നുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കത്തുന്ന 2 പേരാരാ? ഇടതു മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ, ലെഫ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ജലിച്ചു നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടാൽ മിനിറ്റുകൾക്കകം, അത് പെയ്ഡ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, സ്വരാജിൻ്റെതായിരുന്നു. വേറെ ആരുമല്ല. പിണറായി ഇടുന്നതിനേക്കാളോ MAB ഇട്ടാലോ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ സ്വരാജ് ഒരു സാധനം ഇട്ടാൽ അപ്പം എനിക്ക് M സ്വരാജിന്റെ യൂട്യൂബിലുള്ള അദ്ദേഹത്തിന്റെ ലൈവായിട്ടുള്ള ചില പ്രഭാഷണങ്ങളുണ്ടായിരുന്നു. ഈ പ്രഭാഷണങ്ങൾക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. അത് ആ പാർട്ടിക്കാർ മാത്രമല്ല, വിവിധ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഇദ്ദേഹം എന്താണ് ആ വിഷയത്തിൽ പറയുന്നത്, അതൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സബ്ജക്ട് എടുക്കുകയും ആ സബ്ജക്റ്റിൽ വെൽ സ്റ്റഡീഡ് ആയിട്ട് പാർട്ടി നിലപാട് ഉൾപ്പെടെ അതിനകത്ത് വ്യക്തമാകുന്ന രീതിയിലുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ബ്രാഞ്ച് മെമ്പർ പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. അത് പ്രോഗ്രാമിന് പേരും ഉണ്ടായിരുന്നു, ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവർക്ക് പാർട്ടി മെഷീനറി ഉണ്ട്. ആ സമയത്ത് ലൈവിലിരുന്നത് കാണാൻ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. കാരണം സ്വരാജ് സ്റ്റഡീഡായിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് ആഴ്ചയിൽ ഒരു വിഷയം എടുത്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും ആധികാരികമായിട്ട്. ഒരു സമയത്ത് VT ബലറാമിന് ഇവിടെ ഉമ്മൻചാണ്ടി പോസ്റ്റ് ഇട്ടാൽ ആരെങ്കിലും നോക്കുമായിരുന്നോ? AK ആന്റണി ഇട്ടാൽ നോക്കുമായിരുന്നോ? VT ബലറാം ഒരു താരമായിരുന്നു. സംവിധാനങ്ങളുണ്ടോ? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെല്ലാം മറികടന്നല്ലോ, ഷാഫിയും കൂടെ വന്നിട്ട്. അതേപോലെ തന്നെ സിനിമയ്ക്കകത്ത് ആലോചിച്ച് നോക്ക്, മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒരു പോസ്റ്റിനുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കാലത്ത് ദിലീപിന്റെ ഒരു സാധനത്തിന് ഭയങ്കര പേട്ടർ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് സംവിധാനം ഉണ്ടായിരുന്നു. അത് പെയ്ഡാണ് കൂടുതലും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചെയ്യുന്നത് ഒന്ന്, പൊളിറ്റിക്കൽ പോസ്റ്റിനകത്ത് ബൂസ്റ്റിങ്ങിന് സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. പൊളിറ്റിക്കൽ പോസ്റ്റിങ്ങിന് പിന്നെ പോസ്റ്റ് വരുമ്പോൾ അതിൻ്റെ ബൂസ്റ്റ് ചെയ്യാൻ
മെറ്റ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെറ്റയാണുള്ളത് കൈകാര്യം ചെയ്യുന്നത്. ഫേസ്ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ഗൂഗിൾ മെറ്റ അവരുടെ കയ്യിലാണുള്ള ഈ സാധനങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അതിനെന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതൊരു ഓതറൈസ്ഡ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ അതിനകത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അത് വെരിഫിക്കേഷൻ നടത്തപ്പെടുകയും അങ്ങനെ അതിന് ലൈസൻസ് മേടിക്കുകയും ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യണം ഇതിൻ്റെ പേരിൽ. ഇതെല്ലാം വളരെ ഈസിയാണ്. പെട്ടെന്ന് നമ്മൾ ടെക്നിക്കലായിട്ട് അറിയാവുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന, ഇപ്പം എനിക്കറിയാവുന്ന 100 കണക്കിന് പേരുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി തന്നെ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. ഏത് രാഹുലിനും ഷാഫിക്കും വേണ്ടി ചെയ്യുന്ന ആളുകളെ വരെ എനിക്കറിയാം. ഒരാളാണ് മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാനിത് ഇവിടെ പറയത്തില്ല. ഒന്നിലധികം ആൾക്കാർ, പലരിൽ ഒരാളാണ് അവരൊക്കെ. അപ്പോൾ അവർ അത് ചെയ്യുന്നതുകൊണ്ട് ആളെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. അവർക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാർ വരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ കണ്ടന്റാണ് അതിനകത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഓണാശംസ പൊളിറ്റിക്കൽ കണ്ടന്റ് വരത്തില്ല. പക്ഷേ പൊളിറ്റിക്കൽ കണ്ടന്റ് കൂടെ ഇടുന്ന ഒരു പ്രൊഫൈലും പേജും ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇവരുടെ പേരിൽ ഫാൻസ് ഉണ്ടാക്കുന്നതും പലരും ഇവർ തന്നെയാണ്. അതിന് പൊളിറ്റിക്കൽ കണ്ടന്റ് ഇടുന്നതിന് അതിന് പ്രത്യേക ലൈസൻസ് എടുക്കണം. ഇതിന് ഇൻകോർപ്പറേറ്റ് ലൈസൻസ് സർട്ടിഫിക്കറ്റും കൂടെ എടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് ഇതിന് തേർഡ് പാർട്ടി ഏജൻസികൾക്ക് ഇത് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും ഇത് റൺ ചെയ്യിക്കാൻ. ഇവർ ഡയറക്റ്റ് ചെയ്യണമെന്നില്ല. ഇത് ഇനി വിത്തൗട്ട് ഓതറൈസേഷനിലും ചില കാര്യങ്ങൾ വിത്തൗട്ട് ഓതറൈസേഷനിൽ ചെയ്യാൻ പറ്റും. അത് പിന്നെ സർട്ടിഫിക്കറ്റ് പേജ് ആയിട്ട് വന്ന് വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10,000 രൂപ മുടക്കിയാൽ ഏറ്റവും കുറഞ്ഞത് 60,000 ലൈക്ക് കമൻറ്റും കൊണ്ടുവരാൻ പറ്റും. ഈ 10,000-ഓളം തന്നെ ഷെയറും പോവും. അത് വീണ്ടും ആളുകളിലേക്ക് എത്തുകയാണ്. ഇനീഷ്യൽ സ്റ്റേജിലാണ്. അതേസമയം ഇത് സീസണിലാവുന്ന ടൈമിൽ ഇപ്പോൾ ഓണാശംസ അല്ലെങ്കിൽ ഒരു ദുരന്തം അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള മാറ്ററിനകത്തോട്ട് പോകുമ്പോഴത്തേക്ക് അത് ഒരു 10,000 രൂപയ്ക്ക് 1 ലക്ഷം തൊട്ട് 2 ലക്ഷം പേരിൽ വരെ റീച്ച് എത്തിക്കാൻ പറ്റും. അതാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നു. അതിപ്പോൾ രാജൻഭായ് പറഞ്ഞു വരുന്നത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 57,000-ഓളം ലൈക്ക് എന്ന് പറയുന്നത് ഫേബ്രിക്കേറ്റഡ് ആണെന്നാണോ? ഒന്നിലധികം ഗർഭം കലക്കി ശീലമുള്ള ഒരുത്തൻ ഇത് ചെയ്യാനാണോ ബുദ്ധിമുട്ട്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും ജനകീയ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണോ? ആണോ? സിബി വിശ്വസിക്കുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്ന രാഹുലിനെതിരെയാ. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടെന്ന് പറയാം. അങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാനാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോവിന്ദചാമിയുടെ അക്കൗണ്ട് തുടങ്ങിയാൽ ഇപ്പം ഇതേപോലെ തന്നെ ഗോവിന്ദചാമി ജയിലിൽ ഫോൺ ഉപയോഗിക്കാൻ അവസരം കൊടുക്കണം. ഓണാശംസ ഇട്ട് നോക്ക്. നാച്ചുറലായിട്ട് തന്നെ ഒരു 10 ലക്ഷം പേരെ അതിനകത്ത് കമന്റ് ഇടും. ഞാൻ പറഞ്ഞതിന്റെ ടെക്നിക്കൽ വശങ്ങൾ, സാങ്കേതിക ഇതൊന്നും മനസ്സിലാക്കാത്ത ചില ആളുകൾ ഇയാളെ വെളുപ്പിക്കാൻ വേണ്ടി, രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ വേണ്ടി മലയാളികൾ വാർത്തകൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ പിണറായി വിജയന്റെക്കാൾ കൂടുതൽ ലൈക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടി. അപ്പോൾ പിണറായിയെ കഴിഞ്ഞ് മുകളിലാണ് ജനസ്വീകാര്യതയിലും രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അല്പം എന്തായിരിക്കണം അവരുടെയൊക്കെ മാനസികാവസ്ഥ? മാനസികാവസ്ഥ എന്നുള്ളതല്ല, പാവങ്ങളാ. ഇതുങ്ങളുടെ സാങ്കേതിക വിജ്ഞാന ബോധമില്ലായ്മ ഒരു ഘടകം. ഇതിനെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല. ഇത്രയും ലൈക്ക്, ഇത്രയും ഷെയർ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് പുറകെ പിന്നെ പോകാറില്ല. ചിലരെന്താണെന്നറിയോ, എന്നോട് ഒരു പെൺകുട്ടി പറഞ്ഞതാ, ഫേസ്ബുക്കിൽ അയാൾ എപ്പോഴും ഇങ്ങനെ നോക്കിയിട്ട് എത്ര ലൈക്ക് കിട്ടി, എനിക്ക് ഇത്രയും ലൈക്ക് കിട്ടി കേട്ടോ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അഭിരമിച്ചിരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അതെനിക്ക് തോന്നുന്നു KPCC നേതൃത്വത്തിന് അറിയത്തില്ല, CPM-ന്റെ നേതൃത്വത്തിന് അറിയത്തില്ല, ലീഗിന്റെ നേതൃത്വത്തിന് അറിയത്തില്ല. KPCC-ക്ക് വിവരമില്ല എന്നുള്ള ഇന്നലെ കൊണ്ട് ബോധ്യമായല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BD-യും ബീഹാർ എന്നും പറഞ്ഞുകൊണ്ട് KPCC-യുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് വരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റുപറ്റിയിരിക്കുന്നതാണ്, അതുകൊണ്ട് അത് പോസ്റ്റ് പിൻവലിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആലോചിച്ചു നോക്കി. ഞാൻ പറയുന്ന ന്യൂ ജെൻ ആളുകൾക്ക് പോലും സിബിയുടെ മക്കൾക്ക് സിബിയേക്കാൾ കൂടുതൽ ടെക്നോളജി അറിയാം. പക്ഷേ ഇത്തരം കളികൾ പുതിയ ജനറേഷനും അറിയത്തില്ല. ഇതിൻ്റെ പിന്നിലുള്ള ഈ സംഭവങ്ങൾ, ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നതും ഇതിനകത്തുള്ള ഒരുപാട് ഒളിച്ചു കടത്തലുകളും ഇതിൻ്റെ അകത്തുള്ള ഒരുപാട് സംഭവങ്ങളും ഒന്നും ആർക്കും അറിയത്തില്ല. അത് KPCC-ക്ക് അറിയത്തില്ല, അത് CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അറിയത്തില്ല, അത് ലീഗിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അറിയത്തില്ല, BJP-യുടെ ആളുകൾക്ക് പോലും കൃത്യമായിട്ട് അറിയത്തില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു പ്രാവശ്യം 24 ന്യൂസിൽ വെച്ചിട്ട് ശ്രീകണ്ഠൻ നായർ ഒരു ചർച്ചയിൽ പറയുകയുണ്ടായി, പ്രമുഖമായിട്ടുള്ളൊരു ചാനൽ ഇവരെക്കാൾ വളരെ ഏറെ മുൻപിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, 5 ലക്ഷം 6 ലക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രീകണ്ഠൻ നായർ വേണ്ട, നമ്മുടെ 3 ലക്ഷം ആയിട്ടുള്ളൂ, പക്ഷേ നമ്മുടെ ഒറിജിനൽ മറ്റു പല ആളുകളും ബോട്ടറക്കി കളിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. യൂട്യൂബിനകത്ത് ലൈവ് പിന്നെ ടെലികാസ്റ്റിനകത്ത് വരുന്നതിനകത്ത് പോലും ഈ സംഭവം ഉണ്ട്. ഇത് ആളുകൾക്ക് ബോധമില്ല. ഈ ബോധമില്ലായ്മ നമ്മൾ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പ്രബുദ്ധത, രാഷ്ട്രീയ പ്രബുദ്ധതയില്ല, സാങ്കേതിക വളർച്ച. ഞാൻ പറഞ്ഞ IIT-യിലെ M.Tech പഠിച്ചവന് പോലും ഇതിനെക്കുറിച്ച്, ഈ സാധനത്തിന്റെ സാധ്യതകളെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചില ആളുകൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കുറെ ബൂസ്റ്റിങ്ങും ബാക്ക് ലിങ്കിങ്ങും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്നത്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന 3-4 ഏജൻസികളുമായിട്ട് ബന്ധപ്പെടുകയും അപ്പോഴാണ് അതിൽ ഒരു ടീം ഷാഫിയുടെയും രാഹുലിന്റെയും കാര്യം കൈകാര്യം ചെയ്യുന്ന ടീമാണ്. അപ്പോൾ അവർ പോലും അതിൻ്റെ കഥകൾ എനിക്ക് പറഞ്ഞു തന്നു. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ലൈക്കും ഷെയറും കമൻറ്റും കണ്ടിട്ടൊന്നും
നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇത്തരം പല സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ രാഷ്ട്രീയമായി ഉയർച്ചയുള്ള ലക്ഷ്യമുള്ള ചില വ്യക്തികൾ അവരുടെ ലൈക്കും ഷെയർ ഇതെന്നൊക്കെ പറയുന്നത് അത് ഫാബ്രിക്കേറ്റഡാണ്. അതിൻ്റെ പിന്നിൽ അവർക്ക് പൈസ മുടക്കുമ്പോൾ ആ പൈസ നാളെ നിങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളത് കണ്ടിട്ടാണ് അവർ പൈസ മുടക്കുന്നത്. കച്ചവടമാണ് അവർക്കെന്നുള്ള തിരിച്ചറിവ് ആണ് പ്രേക്ഷകർക്ക് ഉണ്ടാവേണ്ടത്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇടുന്നു, കാണുക, തെറി വിളിക്കുക, ലൈക്ക് അടിക്കുക, അത് നമ്മുടെ വിഷയമല്ല. പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. നമ്മളെക്കാൾ കൂടുതൽ വിവരവും വിവേകവും ഒക്കെ നിങ്ങൾക്കുണ്ടെന്നറിയാം. പക്ഷേ ഈ മേഖലയിൽ ഒരു പക്ഷേ അതില്ലാത്ത ഒരുപാട് പേരുള്ളവരുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു മെഴുകുതിരിയുടെ വെളിച്ചം കത്തിച്ചു തരാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. ബാക്കി നിങ്ങളുടെ വിവേചന ബുദ്ധിക്ക് വിട്ടുതരുന്നു.